മുമ്പേ ഉള്ള ഒരു ആൺ സുഹൃത്ത്, വളരെ അടുത്ത, അതായത് എന്നെക്കാളധികം പലപ്പോഴും അവനെ വിശ്വസിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്, എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ആൽബിയൻ കുഞ്ഞുമോൻ എന്ന് പറയും. എന്റെ സ്വന്തം മോൾ ചത്താലും എനിക്ക് അവനാ വേണ്ടേ, അക്കുണ്ടനാണ് വേണ്ടെന്ന് പറഞ്ഞു ഇല്ലേ, അക്കുണ്ടൻ. നമസ്കാരം. മറിയോ ജോസഫ്, ജിജി മറിയോ, സത്യം പറഞ്ഞാൽ ഇവര് രണ്ടുപേരെയും ഞാനങ്ങനെ ഫോളോ ചെയ്യുന്ന വ്യക്തിയൊന്നുമല്ല. പക്ഷെ നമ്മൾ റീൽസ് വഴി ഒരുപാട് കണ്ടിട്ടുള്ള രണ്ട് ദമ്പതികളാണ് ഈ പറയുന്ന മറിയോ ജോസഫും പിന്നെ ജിജി മറിയോ. ഭാര്യയും ഭർത്താവുമാണ്, മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആണ്. ഞാൻ കാണുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ, എത്ര തവണ നിങ്ങൾ ചേർത്ത് നിർത്തിയിട്ടുണ്ട്, എത്ര തവണ നിങ്ങൾ ഉമ്മ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നൊക്കെ പറയുന്ന ഈ പറയുന്ന ദമ്പതികളാണ്. അതിൽ ആ ഭാര്യ ജിജി എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരി. അപ്പൊ അതൊക്കെ കണ്ട് പലവരും മോട്ടിവേഷനായി എന്ത് ചെയ്തു, പലവരും അത് കണ്ടു, ഇങ്ങനെ വേണം, ഭാര്യയും ഭർത്താവും ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ വേണം, ഭർത്താവിനെ നമുക്ക് ഇങ്ങനെയാണ് സ്നേഹിക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെയൊക്കെ മോട്ടിവേഷൻ ചെയ്യുകയും അതുവഴി അവർ ട്രസ്റ്റ് ഒക്കെ രൂപീകരിച്ച് അതുവഴി നല്ല രീതിയിലുള്ള പണം ഒഴുകുകയും ആ ട്രസ്റ്റ് വഴി പലരും പലരും സ്വന്തം അധ്വാനത്തിന്റെ ഫലം 50, 100, 1000, 10,000 ഇട്ട് കൊടുത്ത് പണം പെരുകുകയും ആ പണം പെരുകിയതിനു ശേഷം അവിടെ പിന്നെ ഇവർക്ക് കുറച്ച് കൊഴുപ്പും കൂടി പെരുകിയപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. അതായത് 2 ദിവസം മുമ്പാണ് ഈ പറയുന്ന ജിജി എന്ന് പറയുന്നവർ സ്വന്തം ഭർത്താവ്, സ്വന്തം അതായത് ഉത്തമ ഭർത്താവ്, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഭർത്താവ് എങ്ങനെ ആയിരിക്കണം എന്ന് പഠിപ്പിച്ച എന്റെ ഭർത്താവിനെ കണ്ടുപഠിക്കൂ, അല്ലെങ്കിൽ ഭാര്യ എങ്ങനെ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവ് എങ്ങനെ ഭാര്യയെ സ്നേഹിക്കണം, ഇതിനെയൊക്കെ ക്ലാസ് കൊടുക്കുകയും അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ച സ്വന്തം ഭർത്താവ് എന്റെ തലയ്ക്ക് സെറ്റ് ഓഫ് ബോക്സ് കൊണ്ട് അടിച്ചു മുറിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു കംപ്ലൈന്റ് കൊടുക്കുന്നു. അവിടെ വെച്ചാണ് ഈ ഒരു സംഭവം തുടങ്ങുന്നത്. അപ്പോ നമ്മളെല്ലാരും ഞെട്ടിയും ഇത്രയും വലിയ മോട്ടിവേഷൻ സ്പീക്കറൊക്കെ ആയി നമ്മളെയൊക്കെ ഈ പറയുന്ന ഉത്തമ ദാമ്പത്യ ജീവിതം എങ്ങനെ പടുത്തുയർത്താം എന്നൊക്കെ പറഞ്ഞു തന്നു പഠിപ്പിച്ച, അതിനൊക്കെ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ച ദമ്പതികളാണ് ഇവർ തന്നെ അടിച്ചു പിരിഞ്ഞ് ഇപ്പൊ എന്തോ വന്ന് എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്റ്റേഷനിൽ വരെ എത്തി കാര്യങ്ങൾ എന്നറിഞ്ഞു. നമ്മുടെ ഈ ബിഗ് ബോസ് നടക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്തില്ല. പക്ഷെ ഇപ്പോ ആ കാര്യം കുറച്ചും കൂടി, സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി ഭയങ്കരമായിട്ട് അതൊരു 2 തരത്തിൽ, അതായത് ഈ പറയുന്ന ജിജിയുടെ സൈഡിൽ നിന്നും ഈ പറയുന്ന ജോസഫ് അല്ലേ പുള്ളിയുടെ പേര്, ജോസഫ് ഈ പുള്ളിയുടെ സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെളിവാരി എറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചില്ലറ ആരോപണങ്ങളൊന്നും അല്ല അവര് ഉയർത്തുന്നത്. അതായത് ഈ പറയുന്ന ജോസഫിന്റെ ചാനലിൽ, ഈ പറയുന്ന മറിയോ ജോസഫ് എന്ന് പറയുന്ന പുള്ളിയുടെ ചാനലിൽ ഒരു 3-4 മണിക്കൂർ മുമ്പ് ഒരു വീഡിയോ വന്നു. അത് ഏതാണ്ട് ഒരു 1/2-3 മണിക്കൂറേ അതിലുണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂർ വരെ അതിനകത്ത് ഉണ്ടായിരുന്നു. കുറച്ച് പേര്, എനിക്ക് ഒരു 10,000-ഓളം ആൾക്കാർ മാത്രമേ കണ്ടുള്ളൂ. ആ സമയം തന്നെ അതെന്ത് ചെയ്തു, പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് ഭാഗങ്ങൾ ഞാൻ അപ്പൊ തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഭാഗങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതിന്റെ വോയിസ് നിങ്ങളെ കേൾപ്പിക്കാം. അതിൽ പുള്ളി പറയുന്ന ഗുരുതരമായ ആരോപണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ പറയുന്ന ജിജിക്ക് പരപുരുഷ ബന്ധമുണ്ട് എന്നുള്ളതാണ് പുള്ളി ഇൻഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. പലരുമായിട്ട് ബന്ധമുണ്ട്. പിന്നീട് ഈ പുള്ളി, അതായത് ഈ ട്രസ്റ്റ് വഴി വന്ന പൈസകൾ ഇവൾ അടിച്ചു മാറ്റുന്നു, ഇവളും ഇവളുടെ കുടുംബക്കാരും ഇവളുടെ കാമുകനും, ആ രീതിയിലാണ് പുള്ളി പറയുന്നത്. ആ കാമുകനും ഒക്കെ ചേർന്നുകൊണ്ട് ഈ ക്യാഷ് ഒക്കെ അടിച്ചു മാറ്റുന്നു. ആരോ ഒരാള് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് ഒരാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ എന്റെ കള്ള ഒപ്പിട്ടൊക്കെ എടുത്തു എന്നൊക്കെയാണ് പുള്ളി അതിനകത്ത് പറയുന്നത്. ഇപ്പൊ കുറച്ചു മുമ്പ് മറ്റൊരു ചാനലിൽ ഈ പറയുന്ന കുറെ വോയിസുകൾ പുറത്തു വന്നിട്ടുണ്ട്. കുറെ വോയിസുകളിൽ ഈ പറയുന്ന ജിജി തന്നെ പറയുന്ന വോയിസും, ജിജിയുടെ ഇതിനകത്ത് ഈ 2 പേരുടെയും ഇടയിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത് ഒരു മോളാണ്. ആ മോളുടെ ആ സംസാരം കേൾക്കുമ്പോൾ അറിയാം അവര് അങ്ങ് സഹിച്ച് വയ്യ. ആ ഒരു രീതിയിൽ ആ ഒരു വോയിസ് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അവസാനം. അപ്പൊ ആ പെൺകുട്ടിയും ഇതുപോലെ കിടന്ന് പറയുന്നത് നിങ്ങളുടെ ഈഗോ ഒക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് രമ്യതയിലാകുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ 2ാമത് വന്ന വോയിസിനകത്ത് ജിജി പറയുന്ന മറ്റൊരു വ്യക്തിയുണ്ട്, അജ്മൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ അജ്മൽ ആരെന്ന് ചോദിച്ചാൽ ഞാൻ ഫോട്ടോ ഇവിടെ കൊടുക്കാം. ഈ അജ്മലിന്റെ കേസ് രാവിലെ ഇട്ട ആ ഒരു വീഡിയോയിൽ ഈ പുള്ളി ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഈ അജ്മൽ എന്ന് പറയുന്നത് മുസ്ലിം ആയിരുന്നു, അതിനുശേഷം ഇവിടെ വന്ന് മാനസാന്തരപ്പെട്ട് ഈ പറയുന്ന ക്രിസ്ത്യൻ ആയതാണ്. ഇവരെ കൂടെ തന്നെയുണ്ട്. അജ്മലിന് എത്രയോ ലക്ഷം രൂപ, 10 14 ലക്ഷം എന്തോ രൂപ ഇവര് പറ്റിച്ചു, അതായത് ജിജി പറ്റിച്ചു എന്നാണ് ഈ പറയുന്ന ജോസഫ് രാവിലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞു. പക്ഷെ ജിജി ഇപ്പൊ പറയുന്നത് ഈ അജ്മലിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു അടിയും കാര്യങ്ങളൊക്കെ നടന്നതെന്നും
അജ്മൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു കുണ്ടനാണ്. ആ ഒരു രീതിയിൽ ഇത് നല്ല സംസ്കാരമുണ്ട്. ആ ഒരു വാക്കാണ് അവർ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇവർ പറഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ പറയാതെ പറയുന്നത് അതായത് ഈ ജോസഫ് എന്ന് പറയുന്ന ഒരു ഹോമോസെക്ഷൽ ആണ്. ഈ പറയുന്ന അജ്മലിനെ കൂടെ നിർത്തുന്നത് അതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇവിടെ ഇതിനകത്ത്. അതിന്റെ വോയിസ് ഞാൻ ഇവിടെ വെക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന പെൺകുട്ടി, അതായത് ഇവരുടെ മകളുടെ ആ ഈ വോയിസിനകത്ത് ഈ മകൾ പറയുന്ന ഒരു സെന്റൻസ് കൃത്യമായിട്ട് കേൾക്കണം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്തോ ഞാനൊരു ചാറ്റ് കണ്ടു. ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ നിന്നു, പക്ഷെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനൊരു ചാറ്റ് കണ്ടിട്ട് പോലും നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും നിങ്ങളുടെ കൂടെ നിന്നതാണ്. ഈ വഴക്കിനിടയിൽ ഈ പുള്ളി പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും മരിച്ചു പോയാലും കുഴപ്പമില്ല, ഈ പറയുന്ന അജ്മലിനെ ഞാൻ ഇവിടെ നിന്ന് മാറ്റത്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഇതിനകത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നുണ്ട്. ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നമുക്ക് പറയാം. സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റില്ല. രണ്ടുപേരും ചെളിവാരി എറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ ചെളിവാരി എറിയൊക്കെ ഒന്നും അല്ല അവർ നടത്തുന്നത്. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ചെളിവാരി എറിയുന്നത്. ആദ്യം നമുക്ക് ഈ പറയുന്ന അജ്മലിന്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ വോയിസ് മാത്രം കൊടുക്കാം, നിങ്ങൾ കേട്ടാൽ മതി കേട്ടോ. അതിനകത്ത് ഞാൻ ഈ പറയുന്ന അജ്മൽ ആര്, ഞാൻ ഫോട്ടോ കൊടുക്കും. ഈ അജ്മൽ ആര് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. തൊട്ടടുത്തിരിക്കുന്ന ഈ പറയുന്ന ജോസഫ് എന്ന് പറയുന്ന പുള്ളിയുടെ തൊട്ടടുത്തിരിക്കുന്ന ആളാണ് ഈ അജ്മൽ. ഈ അജ്മലിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇവര് ആരോപിക്കുന്നത്. ഈ പുള്ളി എന്താണ്, ഒരു ഹോമോസെക്ഷൽ ആണ്, അവന് വേണ്ടിയിട്ട് ഇങ്ങേരും അതാണ് എന്നാണ് ആ ഒരു സംഭാഷണം കേൾക്കുമ്പോൾ ഇവർ ആരോപിക്കുന്നത്. അങ്ങനെയാണ് എന്ന് മനസ്സിലാകും. ഓക്കെ, ഫാമിലി പെർസ്പെക്റ്റീവിൽ നമ്മൾ ബഹളം വെച്ചപ്പോൾ ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ആൻസർ വളരെ അടുത്ത്, അതായത് എന്നെക്കാളധികം പലപ്പോഴും അവനെ വിശ്വസിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്, എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ആദ്യം എന്ന് പറയും കോട്ടയംകാരൻ, അവനെ പേരും ഒരാളാണ്. അവന്റെ ഒരു പ്രത്യേകത ജിജി എന്ന് പറയുന്നത് അത് മാത്രമേ അവനെ ചെയ്യൂ. അപ്പോ ട്രസ്റ്റിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയി തുടങ്ങിയപ്പോഴും എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് പിന്നെ ഞാൻ സഹിച്ചു. എന്റെ ഭാര്യ തന്നെ മാത്രമല്ല, അതിന്റെ രജിസ്ട്രേഷന്റെ അന്ന് രജിസ്ട്രാർ ഈ പേപ്പർ വായിക്കുമ്പോൾ കേൾപ്പിക്കുമല്ലോ, അന്നേരം പറയുന്നത് മാനേജിംഗ് ട്രസ്റ്റിക്കും ജോയിന്റ് മാനേജിംഗ് ട്രസ്റ്റിക്കും തുല്യ അധികാരം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഷോക്കായി. ഇതിന്റെ ചതി അതാണ് നിങ്ങൾ അറിയുന്നത്. 2023 ജിജിയുടെ അപ്പന്റെ അനിയത്തിയുടെ മോൻ എന്ന് പറഞ്ഞാൽ അവരുടെ കസിൻ സന്തോഷ് ചോർത്തിയേസ് തിരുവനന്തപുരം. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ, അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനുമായി നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്പം കൂടുതൽ അടുപ്പം ഉണ്ടെന്ന് പറഞ്ഞു. പയ്യന്റെ പേര് ഞാൻ പറയുന്നില്ല, ഫോട്ടോ കാണിക്കുന്നില്ല, എനിക്ക് മകനെ പറഞ്ഞു. പക്ഷെ ഇച്ചിരി അടുപ്പം കൂടി അവരൊന്നിച്ച് ഒരുപാട് വാഹനത്തിൽ സഞ്ചരിക്കുന്നു, അതൊക്കെ നിയന്ത്രിക്കണം. ഞാൻ നിയന്ത്രിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരൊന്നിച്ച് ലേറ്റ് ആയിട്ടൊക്കെ യാത്ര ചെയ്യുന്നത് നിയന്ത്രിക്കാൻ ചെന്നപ്പോൾ അവനും അതനുസരിച്ച് ജിജി മനസ്സിലാക്കി. അപ്പൊ ജിജി ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും സംശയിക്കുന്നു? അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ സ്വന്തം കസിൻ സന്തോഷാണ് എന്നൊരു വിഷയം പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ജിജി ഓഫീസിൽ വന്നിട്ട് ചെയ്ത പണി സന്തോഷിന് അടിയിൽ അവന്റെ ചെവി പൊട്ടി ചോര പുറത്തിട്ടല്ലേ ജോലി. ഇവൻ നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കിടന്ന് MLC ആണ് കേസ്. പുറത്തെ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്നെ അറിയാവുന്ന സ്റ്റേഷനിലെ പോലീസുകാരൊക്കെ കണ്ണീരോട് പറഞ്ഞു, പൊതുവെ ഇത് പുറത്തിറങ്ങാൻ നിങ്ങളുടെ ലോകാലിയ പ്രസ്ഥാനം മുളയിലെ മുന്നിൽ പോകും, എങ്ങനെയെങ്കിലും ഒത്തുതീർക്കണം. നമ്മളെല്ലാം പോലീസ് അറിയാം. ഞാൻ ഒത്തുതീർപ്പാക്കാൻ ജിജി അവന്റെ അടുത്ത് സംസാരിക്കുന്നത് കസനാണല്ലോ, കളിക്കൂട്ടുകാരെ ഒന്നിച്ചോളം പറഞ്ഞു. അവൻ പറഞ്ഞ 5 ലക്ഷം രൂപ ജിജി എന്റെ അടുത്ത് വന്നിട്ട് 5 ലക്ഷം രൂപ കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, അവള് പറഞ്ഞ ട്രസ്റ്റിന് കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, ട്രസ്റ്റിന് കൊടുക്കില്ല. നീ ഒരാളെ തല്ലി പൊട്ടിക്കുന്നത് അതിന് കോമ്പൻസേഷൻ. ഈ കഞ്ഞി കുടിക്കാതെ സേവ് ചെയ്ത ജനങ്ങൾ 50 രൂപ 100 രൂപ 1000 രൂപ എടുത്ത ട്രസ്റ്റിൽ നിന്ന് 5 ലക്ഷം കോമ്പൻസേഷൻ കൊടുക്കാൻ ഞാൻ സമ്മതിക്കുന്നു. അന്ന് മാഷിദിനൊക്കെ സാക്ഷി. ഇപ്പൊ ജിജി എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഈ ഈസ്റ്ററിന്റെ തലേന്ന് ഈ ബിൽഡിങ്ങിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോ അവള് ഒരു ടീച്ചർ തീർത്ത് വോട്ടിങ് വന്നിട്ട് കാരണം ഞാൻ കുട്ടി കൊണ്ടുവരാൻ ആന് കുത്തുന്ന എനിക്ക് തോന്നിയിട്ട് ഞാൻ നിങ്ങൾ തെന്നി മാറിയതും എന്റെ കയ്യിൽ കത്തി കൊണ്ട് അത് വെക്കും. ആ പാടവില്ലേ കണ്ടോ, ഒത്തുകൊണ്ട് ഞാൻ ചോരയോടെ ഓടി വരട്ടി പോലീസ് സ്റ്റേഷനിൽ വീണ്ടും. ഇത് കുറെ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് പോർഷൻ മാത്രമേ നിങ്ങളെ കേൾപ്പിക്കുന്നുള്ളൂ. പുള്ളിയെ കത്തിയിട്ട് കുത്തി എന്നൊക്കെ പറയുന്നത്. പുള്ളിയെ കത്തി കൊണ്ട് കുത്തി പുള്ളിയുടെ അടുത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ മാറിയപ്പോ എന്ത് ചെയ്തു, എന്റെ കയ്യിൽ കുത്തുകൊണ്ട് ആ ഒരു ചെറിയൊരു പാടൊക്കെ അതിനകത്തുണ്ട്. അപ്പോ ഇതിനകത്ത് ഈ പുള്ളി പറയാൻ ശ്രമിക്കുന്നത്, ഇവരുടെ തന്നെ ഒരു ബന്ധുവായ ഒരാള് ഈ പുള്ളിയുടെ അടുത്ത് ജോസഫിന്റെ അടുത്ത് വന്ന് പറയുന്നു, തന്റെ ഓഫീസിലുള്ള ഒരു സ്റ്റാഫുമായിട്ട് തന്റെ ഭാര്യയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ട്, അല്ലെങ്കിൽ എന്തിനാ കൂടുതൽ അടുപ്പമുണ്ട്, അമിതമായ ഒരു അടുപ്പമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. പുള്ളി അതിനുശേഷം ഇവർക്കൊരു കൺട്രോൾ ചെയ്യുന്നു, ഇവിടെ സംശയ ദൃഷ്ടിയോടെ നോക്കുന്നു. അത് ഭാര്യയായ ജിജി ചോദ്യം ചെയ്യുകയും ഇത് ആര് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ തന്റെ തന്നെ പിന്നീട് എന്താണ് റിലേറ്റീവായ ഇന്ന ആള് പറഞ്ഞു എന്ന് പറയുമ്പോൾ ജിജി അവിടെ വന്ന് അയാളുടെ ചെകിടത്തടിക്കുകയും ചെകിടത്ത് പൊട്ടി ചോര ഒലിക്കുകയും അതിനുശേഷം ഇത് കേസാകുകയും പുള്ളി ഇത് കോംപ്രമൈസ് ആക്കണമെങ്കിൽ 5 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഈ ജിജി നേരെ വന്ന് പുള്ളി എടുത്ത് പറഞ്ഞു, നമ്മുടെ ട്രസ്റ്റിൽ നിന്ന് 5 ലക്ഷം രൂപ എടുത്ത് കൊടുക്കാമെന്ന് പറയുമ്പോൾ പുള്ളി പറയുന്നത് അത് പറ്റത്തില്ല, അത് പാവങ്ങളുടെ പൈസ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല
എന്നുള്ളൊരു വിഷയം. അതിനുശേഷം ഈ പുള്ളി ഇല്ലാത്തപ്പോ എന്ത് ചെയ്യുന്നു, ഈ പുള്ളിയുടെ ചെക്ക്, ഈ പുള്ളിയുടെ കള്ള ഒപ്പിട്ട് അത് കുറെ സ്റ്റാഫുകൾ ഇരിപ്പുണ്ട്, സ്റ്റാഫുകളൊക്കെ അത് സമ്മതിക്കുന്നുണ്ട്, നമ്മൾ കണ്ടു. ഇനി സ്റ്റാഫുകളെ കൊണ്ട് പറയിപ്പിച്ചതാണോ ഒന്നും അറിയത്തില്ല. കള്ള ഒപ്പിട്ട് ഈ 5 ലക്ഷം രൂപ എന്ത് ചെയ്തു, പിൻവലിച്ച് ഈ പറയുന്ന പുള്ളിക്ക് കൊടുക്കുന്നു. ഇതാണ് വിഷയം. അതിനുശേഷമാണ് എന്തോ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ ഇവളെ കത്തിയെടുത്തു എന്നെ കുത്താൻ വേണ്ടി വന്നു, ഞാൻ മാറിയപ്പോ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് പറയുന്നു. പിന്നെ ഇപ്പോ നടന്ന അടി പുള്ളി പറയുന്ന വെച്ചാൽ ഒരു ദിവസം കാറുമായി ഇരച്ച് എല്ലാവരും കൂടി 7 പേരായിട്ട് വന്നു. അതായത് ഇയാൾ പറയുന്ന കുറേയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവള് ഇങ്ങനെ അകത്തായിരുന്നു. ഈ പറയുന്ന ജിജി എന്ത് ചെയ്തു, വന്ന് കഥകൾ ചവിട്ടി ഞാൻ തെറിച്ച് വന്ന് വീണു. ജിജി നേരെ ചാടി കയറി എന്റെ കഴുത്തിൽ ഇങ്ങനെ നെക്കിയപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ അടിച്ചു. അതൊക്കെ എന്റെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യമാണെങ്കിൽ നമുക്ക് വെക്കും. ഞാനിപ്പോ അവർ ആ സാധനം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ട് ഞാൻ ചെറിയ ഇതിന്റെ എന്താണ് വിഷയം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ വന്നു. അതിനുശേഷം അവള് തന്നെത്താനെ എന്ത് ചെയ്തു, ഈ പറയുന്ന പിന്നീട് കണ്ണാടിയിൽ തലയിട്ട് ഇടിച്ചാണ് മുറിച്ചത് എന്നുള്ള രീതിയാണ്. പക്ഷെ തലയല്ല, ഇവിടെയാണ് ഇങ്ങനെ എന്തോ ആണ്, ഇങ്ങനെയാണ് മുറിഞ്ഞു കിടക്കുന്നത്. അതും ഒരു സ്റ്റാഫ് പറയും, ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്ന അവരിങ്ങനെ തലയിട്ട് ഇടിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നു. ഇതാണ് അടി. ഇനി ഇത് ഇവരുടെ വെർഷനാണ്. ഇനി അവരുടെ വെർഷൻ ആ വഴക്കിനകത്ത് ഇവർ റെക്കോർഡ് ചെയ്ത ഒരു സാധനമാണ്. അത് ഞാൻ മൊത്തത്തിൽ ഇവിടെ കേൾപ്പിക്കാം. എന്താണ് ഞാൻ പറഞ്ഞു തരുന്നത്, നിങ്ങൾ മൊത്തം കേൾക്കും. മൊത്തവും ഇല്ല, അതിന് ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രം വെച്ചിട്ട്, അതും ഒരുപാട് ഉണ്ട് കേട്ടോ. അതിനകത്ത് ഈ അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് കൂടുന്നു. അവിടെ മകൾ വന്ന് ഇത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതായത് അജ്മലിനെ മാറ്റിയിട്ട് എത്തിയ അമ്മയെ കയറ്റുക ട്രസ്റ്റിലേക്ക്. ഇതാണ് അവരുടെ ആവശ്യം എന്നാണ് എനിക്കിത് മനസ്സിലായത്. അജ്മലിനെ ഒരു കാരണവശാലും മാറ്റാൻ ഈ പുള്ളി തയ്യാറല്ല എന്ന് പറയുമ്പോൾ അമ്മയുടെ വാക്കിൽ നിന്ന് പറയുന്ന ആ ഒരു കുണ്ടൻ എന്ന് പറയുന്ന വാക്ക് എടുത്തിട്ടിട്ട് അവനൊരു ഹോമോസെക്ഷൽ ആണെന്ന് അങ്ങനെ ആ ഒരു രീതിയിലാണ്. അപ്പോൾ ആ രീതിയിൽ സംസാരിക്കുന്നു. ആ പെൺകുച്ച്, അതായത് ഇവരുടെ മകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ കിടന്ന് ഉരുകുന്നുണ്ട്. നല്ല രീതിയിൽ ഇവരെ തമ്മിൽ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഇവരുടെ അച്ഛനായ ജോസഫ് എന്ത് ചെയ്യില്ല, ഒരു കാരണവശാലും അവനെ മാറ്റാൻ തയ്യാറല്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇവർ ഈ പറയുന്ന ഈ ഒരു ആരോപണം, ഈ ഒരു ഹോമോസെക്ഷൽ ആണ് താങ്കൾ എന്ന് പറയുന്ന ഒരു ആരോപണം ആരോപിക്കുമ്പോഴും പുള്ളി വലുതായിട്ട് അതിനെ എതിർക്കുന്നതായിട്ടും കാണുന്നില്ല. അതുമല്ല മോൾ അവിടെ പറയുന്നുണ്ട്, ഈവൻ 9ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ നിങ്ങളുടെ ഒരു ചാറ്റ് കണ്ടുപിടിച്ചു, എന്നിട്ട് പോലും ഞാൻ താങ്കളുടെ കൂടെ നിന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോളുടെ അടുത്ത് പറഞ്ഞു. ഒരു വേള ഈ പുള്ളി പറയുന്നുണ്ട്, നീ മരിച്ചാലും മോള് മരിച്ചാലും എന്റെ പിന്നീട് ഭാര്യ മരിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ അങ്ങേരെ അവനെ മാറ്റത്തില്ല എന്ന് പറയുന്നു. അപ്പൊ ഇതിനകത്ത് മൊത്തത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കൂടി നാറാണത്ത് കല്ലിരിക്കുന്ന നാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് അത്രയ്ക്ക് നാട്ടക്കേസായ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി ഇനി എന്തൊക്കെ ഇതിനകത്ത് വരാൻ പോകുന്നു, എന്തൊക്കെ പുറത്തു വരാൻ പോകുന്നു എന്നറിയില്ല. എന്തായാലും ഞാൻ ആ വോയിസ് കൊടുക്കാം, നിങ്ങൾ കേട്ടു നോക്കൂ. സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു. ഈ പറയുന്ന ഓൺലൈൻ ഈ പറയുന്ന മോട്ടിവേഷൻ തേങ്ങ മാങ്ങ എന്നൊക്കെ പറയുന്നവരൊക്കെ കേട്ട് നിങ്ങൾ കുറെ പണവും കൊണ്ട് തള്ളി കൊടുക്കും. അവരെ പോലെ സൗഭാഗ്യമുള്ള, അവരെ പോലെ സ്നേഹിച്ച് ജീവിക്കുന്ന ദമ്പതിമാർ ഇനി വേറെ ഇല്ല എന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കും. അവരെയും കാട്ടി നല്ല സുഖിച്ചായിരിക്കും നിങ്ങൾ ജീവിതം. കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. അപ്പൊ നിങ്ങൾ അതും കൂടി കേട്ടു നോക്ക്. Even if I die, even if I die, I won't do that. Why? Until she becomes member. Please, please, please. Chacha, please listen. Avashi, onnu maattu. Please, Chacha. Why Avashi? Why this? It's better you kill me than that. Please, no. Please. I said no. Please. No means no. I am male and I am male chauvinist. Please, I go for your family, for your daughter. No. For your family. This is better for me to die. I said no. I said no. Bobby, even if you die, I don't care. For this, remember that. This is my final word in the name of Jesus. I will not remove Ajmal until she gets in. No point of talking that. You all die, no issue for me. Even I will die, no issue. But it is impossible to remove Ajmal until she gets in. You lost me, no problem. I told you that first only. You don't need to talk regarding this. This is my male ego. This is male ego. If you touch that, I don't care. Chacha, you are not my father. Yes. I will never call you father. Do whatever you want. You call me bastard, I don't care. You call me bastard, I don't care. Don't you dare come in front of my face. You have no right to be called a father. You are a bloody cheap, mean chauvinist. അയാൾ എന്റെ അപ്പനല്ല. ഞങ്ങൾ എന്റെ ജീവിതത്തിൽ വേണം. ഇനി എന്താന്ന് വെച്ചാൽ നിങ്ങൾ കാണിച്ചു. ഐ ഡോണ്ട് കെയർ. എന്റെ ഭാഗത്ത് വേണ്ടി. Does your brain completely shut down when you face a boring, hard or stressful task? It's like
The moment I know that you are not there, I will not be there. Forward. Good, very good. And for this silly thing only, you have this ego. No, upper ego went. Ego in the air. Upper no ego. For you, your ego, your husband, your mom. You don't want me. Why did you give birth to me? Why did you told all lie in this world? I love you the most. You are everything like this. You used me, your doctor, who trusted you blindly in everything. എനിക്ക് അവനാ വേണ്ടേ, ആ കുണ്ടനാണ് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ മിണ്ടിയില്ല. എന്റെ കൊച്ചൻ മരിച്ചാലും എന്റെ സ്വന്തം മോൾ ചത്താലും എനിക്ക് അവനാ വേണ്ടേ, ആ കുണ്ടനാണ് വേണ്ടെന്ന് പറഞ്ഞു. ഇല്ലേ, ആ കുണ്ടൻ ഹോമോസെക്സ് അവനെയാ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഇവര് വേണ്ട, നീ ചത്തോ, നിങ്ങൾ 3 പേരും ചത്തോ എന്ന് പറഞ്ഞു. ഇതിലും വലിയ ഞാൻ മിണ്ടിയില്ല. He's not worth your life. അമ്മേ കുറെ നാളായി മിണ്ടാതിരുന്നു. That is why he is alone all alone his life. എവിടെ പോയാലും ആളെ reject ചെയ്ത് because of his stupid egoistic character. എന്നിട്ടും അതറിഞ്ഞിട്ടും his daughter, his wife stood by his side and still he dejected them. You will be dejected wherever you go. One day Ajmal and Marsh will turn against you. You will regret, you will come crying. I won't come. I will die. Even if you die, I won't ever come to your Mariyathan എത്ര നല്ല പോലെ സ്നേഹിച്ചു നോക്കി. She broke my trust. അവിടെ എല്ലാവരും turned against me. എനിക്ക് പിന്നെ കുഴപ്പമില്ല. ഇവിടെ എന്തൊക്കെ വന്നാലും ഞാൻ ചാച്ചയുടെ കൂടെ നിന്നു. Even when I knew you were from 9th ആ ചാറ്റ് കണ്ടിട്ടും I stood by your side. ഞാൻ ഒന്നും പറഞ്ഞില്ല against you. ചാച്ച അമ്മയ്ക്കെതിരെ എന്തൊക്കെ പറഞ്ഞു ഞാൻ എത്ര സപ്പോർട്ട് ചെയ്തു നിന്നു. I was there for you. I knew you were wrong, but you have only me and I have only you. I stood by your side. എന്തും ചെയ്യാൻ തയ്യാർ. Even I was ready to die for you, but you just said I don't need a daughter like you. You go and die. My ego is big. I was a fool. 20 years of my life, the person who I saw as my role model, as my hero, as my all in all, as my everything, said you go die. I don't care. You go. I don't ever die. I lost my life. I'm excited. You are not my dad. I don't know who you